ലാലേട്ടൻ്റെ അഭിനയം കണ്ടില്ലേ, ഒഴുകുകയാണ്. എന്ത് മനുഷ്യനാണത്, എന്ത് മാജിക്കാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ അമ്മൊരു ആക്ടർ. ഒരാണ് എന്തെങ്കിലും ആഭരണങ്ങൾ ഇടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയ്യേ ആണാണോ നീ എന്നാണ് ഫസ്റ്റ് ചോദിക്കുക. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പറയട്ടെ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ആഭരണം ഞങ്ങൾ സ്ത്രീകൾ ആദ്യമായി ശരീരത്തോട് ചേർക്കുമ്പോൾ എന്താണോ ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം മുഖത്തും ശരീരത്തിലും എങ്ങനെ പകർന്നാടാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് മുൻപിൽ ഞാൻ നമിക്കുന്നു. ഈ വിൻസ്മറ ജ്വല്ലറിയുടെ പരസ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലാലേട്ടൻ അഭിനയിച്ച പരസ്യം ഭയങ്കര ഹിറ്റാണ്. എവിടെ നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള അപ്രിസിയേഷൻസും നെഗറ്റീവ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് താഴെ വന്നൊരു കമൻറ്റ് അത്. ഇത് വായിച്ചപ്പോൾ ഞാനൊരു പെണ്ണല്ലെങ്കിൽ കൂടിയും എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ സ്ത്രീവേഷം കെട്ടി അഭിനയിക്കുന്ന ഒരുപാട് നടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകളിലും സീരീസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം സ്ത്രീവേഷം കെട്ടുകയല്ല ചെയ്തത്. എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും ഒരു ചെറിയ ശ്രൈണത ഉണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ, അതിനെ എക്സ്പ്ലോർ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സാൻഫോർഡ് മെയ്സ്നർ എന്ന് പറഞ്ഞൊരു ആക്ടിംഗ് ഗുരു ഉണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ആക്ടിങ് ഈസ് ബിഹേവിങ് ട്രൂത്ത്ഫുള്ളി അണ്ടർ എൻ ഇമാജിനേറ്റീവ് സർക്കംസ്റ്റാൻസസ് എന്നാണ്. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ട്രൂത്ത്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്യുക. ലാലേട്ടൻ്റെ അഭിനയം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു നാച്ചുറലാണ് പുള്ളി അഭിനയിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺവേഷം കെട്ടി മറ്റൊരു സ്ത്രീയാവാൻ ശ്രമിക്കുകയല്ല ചെയ്തത്. തൻ്റെ ഉള്ളിലുള്ള ആ സ്ത്രീഭാവത്തിനെ തൻ്റേതായ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ നെക്ലസ് എടുത്തിങ്ങനെ നെഞ്ചത്ത് വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും പലരും കുറ്റം പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി ഇതാ പോയി, ഈ വർഷം ലാലേട്ടൻ ഡൗണിലേക്ക് പോയി, പുതിയ ആൾക്കാർ വന്നു, തൊട്ടടുത്ത നിമിഷം പുള്ളി ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം കൊണ്ടുവരും നമ്മളെ ഞെട്ടിക്കും. ഇതിന് ഡയറക്ടറായിട്ടുള്ള പ്രകാശ് വർമ്മ, അദ്ദേഹത്തിനെ കുറേ പേര് അറിയുന്നത് തുടരും സിനിമയിലൂടെയാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആഡ് ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ബ്രില്യൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോഡാഫോണിൻ്റെ സൂസു ആഡ്, അതേപോലെ തന്നെ പഗ്ഗിനെ കൊണ്ടുകൊണ്ടുള്ള ആഡ്, അങ്ങനെ എത്രയോ ആഡ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് കാണുന്നുണ്ടെങ്കിൽ ലാലേട്ടനെ കാണിക്കുന്ന ഫസ്റ്റ് കുറച്ച് ഷോട്ടുകളുണ്ട്. അതിൽ അദ്ദേഹത്തിനെ കാണിക്കുന്ന സമയത്ത് തന്നെ ആ കാറിൻ്റെ ചില്ലിലൂടെ ബാക്കിൽ ഇങ്ങനെ സ്ത്രീകളുടെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സീനിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് എന്ത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ശ്രൈണഭാവം ഉണ്ട്. ഇനി അതായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈവൻ അദ്ദേഹം വന്നിരുന്നിട്ട് ആ ജ്വല്ലറി നോക്കുന്നൊരു ഷോട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ദൃശ്യ സിനിമയ്ക്കകത്ത് അദ്ദേഹം ഇങ്ങനെ ലൈറ്റായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ണോട് ഇങ്ങനെ ലൈറ്റായിട്ട് താഴെ നോക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു അനക്കം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെ വന്നപ്പം കൊതിയോടുകൂടി നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ത് മനുഷ്യനാണത്, എന്ത് മാജിക്കാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ വീണ്ടും റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഫിനോമിനയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജാഡൻ സ്മിത്ത്, നമ്മുടെ കരാട്ടെ കിഡിൽ ജാക്കി ചാനോട് ഇങ്ങനെ ഇടിച്ചിരുന്നൊരു പയ്യനുണ്ട്. അവൻ ശരിക്കും പറഞ്ഞാൽ ലൂയി വിറ്റൻ്റെ ഒരു ക്യാമ്പയിനിങ് ഉണ്ട്, അതിൽ വുമൻസ് വെയർ ആണ് ഇടുന്നത്. അതേപോലെ തന്നെ ബ്രാഡ് പിറ്റ്, അദ്ദേഹം വിമൻസ് പെർഫ്യൂമിൻ്റെ ക്യാമ്പയിനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഹാരി സ്റ്റൈൽസ്, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലിത് ഇപ്പം ഒരാണ് എന്തെങ്കിലും ആഭരണങ്ങൾ ഇടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയ്യേ ആണാണോ നീ എന്നാണ് ഫസ്റ്റ് ചോദിക്കുക. അത്തരത്തിലൊരു സ്റ്റീരിയോടിപ്പിക്കൽ സംഭവമുണ്ട്. ഈവൻ ഒരു ആഡ് നമ്മൾ കാണുകയാണ്, അതൊരു ജ്വല്ലറിയുടെ ആഡാണെങ്കിൽ പോലും ഒരു മാസ്കുലിനായിട്ടുള്ളൊരു ആണ് വരുന്നു, അവൻ എന്തെങ്കിലും ഒരു ആഭരണം തൻ്റെ കാമുകിക്കോ അല്ലെങ്കിൽ വൈഫിനോ ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ ആ സ്റ്റീരിയോടൈപ്പിനെ മൊത്തം ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പം അതല്ലാതെ വന്നൊരു ആഡ് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു, കുറച്ച് കാലം മുന്നേ വന്നിട്ടില്ല. അദ്ദേഹം ഒരു മൂക്കുത്തി എടുത്ത് അണിയുന്നൊരു സംഭവം. അത് ഓർഡിനറി പാറ്റേണിലായിരുന്നെങ്കിലും അതൊരു തുടക്കമായിരുന്നു. ഇതിലേക്ക് എത്തിയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ പോലെ ഇത്രയും വലിയൊരു ആരാധകരുള്ളൊരു ഫിഗർ അദ്ദേഹം ഇത് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹിപ്പ് ഹോപ്പ് കൾച്ചർ എന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ ചെയിൻസ്, അതേപോലെ തന്നെ വലിയ ലോക്കറ്റ്സ്, ഇതൊക്കെ എത്രയോ വർഷം മുന്നേ ആളുകൾ ഇടുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അയ്യേന്ന് പറയും. പക്ഷേ ഇനി അത് മാറിക്കോളും എന്തായാലും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ, ഒരു എൻ്റയർ കൾച്ചർ മൊത്തത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ വിമർശിക്കുന്ന ആളുകൾ നമ്മൾ ജസ്റ്റ് നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. അതിൽ കുറച്ച് പേര് പറയുന്നത് ഇത് കോമാളിത്തരാണെന്നൊക്കെ. അവരെ പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി അവരുടെ പൊളിറ്റിക്സ് നമുക്കറിയാം, അവരെ നമ്മളിന്ന് മാറ്റി നിർത്തിക്കുക. പിന്നെ വേറെ കുറച്ച് ടീമുകൾ അവർ ബുദ്ധിപരമായിട്ട് പറയുന്നുണ്ട്. അവർ പറയുന്നത് ഈ ഫെമിനിൻ എനർജി ഉള്ളവർക്കൊക്കെ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ മാസ്കുലിനായിട്ടുള്ളവർക്ക് ഇതൊക്കെ ചെയ്യണമല്ലോ, അപ്പോൾ അത് തെറ്റായ സന്ദേശമല്ലേ തരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ പൊളിറ്റിക്സ് തന്നെ അവർ കാണിക്കുന്നത്, അല്ലാതെ അവർക്കിത് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവർ മെയിനായിട്ട് പറയാനുള്ള കാരണം അവർക്ക് ഈ LGBTQ കമ്മ്യൂണിറ്റിയുള്ള എതിർപ്പാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അത് പ്രകടമാക്കുന്നുണ്ട് അവരുടെ പോസ്റ്റുകളിലും കമൻസിലൊക്കെ. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും ജീവിക്കണം, ബാക്കിയുള്ളവർക്കും ജീവിക്കാൻ അനുവദിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസിൽ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ആറാം തമ്പുരാൻ പോലും സിനിമ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ സാഗർ കോട്ടപ്പുറം പോലുള്ളൊരു വേഷമൊക്കെ ചെയ്യുന്നത്. ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു നൈറ്റിയൊക്കെ ഇട്ടുള്ള ഒരു ക്യാരക്ടർ അതേപോലെ ഒന്ന് പെർഫോം ചെയ്ത് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മറ്റൊരു ആക്ടർ അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം അത്തരം വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഗ്രേസാണ്. പക്ഷേ സ്റ്റിൽ ചില ഫാൻസ് തന്നെ അദ്ദേഹത്തിനെ എതിർക്കുന്നുണ്ട്, നമുക്ക് കാണാം. അതായത് മീശ വിരിച്ച് മുണ്ട് മടക്കി കുത്തി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലാതൊന്നും പറയുന്നില്ല. പക്ഷേ ആ ടിപ്പിക്കൽ ലാലേട്ടനെ തന്നെ കണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് വരും.
ഒരു കാലഘട്ടത്തിൽ നരസിംഹം കഴിഞ്ഞു, പിന്നീട് പ്രജ വരെയൊക്കെ എത്തി, പിന്നീട് അദ്ദേഹത്തിന് ഒരേ പാറ്റേണിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മടുപ്പുണ്ടായി. പിന്നെ ബാലേട്ടൻ വന്നപ്പോഴാണ് അതൊന്നും മാറിയത്. ഇപ്പോൾ വീണ്ടും ആളുകൾ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പരസ്യത്തിലെ ലാലേട്ടൻ കണ്ടില്ലേ, എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അദ്ദേഹം ആ നെക്ലസ് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് പെട്ടെന്ന് ബാക്കിൽ നിന്ന് പ്രകാശ് വർമ്മ വിളിക്കുന്നൊരു സീനുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിയിട്ട് ആ ക്യാരക്ടർ ഷിഫ്റ്റ് മാറുന്നൊക്കെ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്, അമ്മൊരു ആക്ടർ. അപ്പോൾ അദ്ദേഹത്തിന് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ശശി ആഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ചെക്കോവ് സൈക്കോളജിക്കൽ ജസ്റ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഇപ്പം ഞാനിപ്പോൾ ലാലേട്ടൻ അഭിനയം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ആഡ് കണ്ടിട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ലാലേട്ടൻ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര പറയാൻ ശ്രമിച്ചാലും എൻ്റെ ശരീരം എന്നെ അനുവദിക്കില്ല. കാരണം എൻ്റെ ബോഡിയിൽ അങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണ്. പല ആക്ടേഴ്സും പെർഫോം ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ ലാലേട്ടൻ അഭിനയം കണ്ടില്ലേ, ഒഴുകുകയാണ്. ആ ഒരു സംഭവം ഉണ്ടല്ലോ പുള്ളിയുടെ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി പലപ്പോഴും നമ്മുടെ പെർഫോമൻസിനെ വല്ലാതെ ഇങ്ങനെ ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമ്മുടെ പെർഫോമൻസും ഭയങ്കരമാണെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈവൻ ആ സീനിൽ പോലും അദ്ദേഹം ചെറിയ മുദ്രകളൊക്കെ ഇങ്ങനെ കാണിച്ചിരിക്കും. അറിയില്ലയുടെ മുദ്രകൾ കാണിച്ചൊന്നുമല്ല. ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും ലാലേട്ടനെ ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് ലാലേട്ടൻ നടന്നു ചോദിച്ചാൽ അപ്പോൾ പുള്ളി പറയും ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തിരിച്ചങ്ങ് പോകും. എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടല്ലേ, കുറേ പേര് ഇങ്ങനെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം പോയി, മുഖം അനങ്ങുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആഡ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതൊന്നും അല്ല മക്കളെ, ഇനിയും ഒരുപാട് നമ്മൾ കാണാത്ത കുറേ ഐറ്റംസ് പുള്ളിയുടെ കയ്യിലുണ്ട്. ഇങ്ങനത്തെ കുറേ വേഷങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. സോ അതൊക്കെ ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യുക. ആസ് എ ഫാൻ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാത്തിരിക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ വേഷപ്പകർച്ചകൾക്കായിട്ട്.